കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് വാർത്തയൊന്നും കാണുന്നില്ലല്ലോ, എന്താ നിങ്ങൾ സെറ്റിലായോ എന്ന്. സത്യം പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ആരോടെങ്കിലും സെറ്റിലായോ എന്നത്. ഒരാളോടും സെറ്റിലാകുന്ന രീതി മറുനാടനില്ല. ബോബി ചെമ്മണ്ണൂർ അങ്ങനെയാണ്. സ്ത്രീകളെ കണ്ടാൽ അദ്ദേഹത്തിന് പെരുപ്പ് കയറും. ഒരു കൈവതം സ്ത്രീകൾ എന്ന് പറയുന്നത് തൻ്റെ ലൈംഗിക ത്വരയും അത് വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ തീർക്കാനുള്ള വെറും ഒരു ചരക്കാണ്, ഉപകരണമാണ് എന്ന് അയാൾ വിശ്വസിക്കുന്നു. ഏത് സ്ത്രീകളോടും അയാൾ അശ്ലീലം പറയും. ദ്വയാർത്ഥ പ്രയോഗമാണ് അയാളുടെ ഏറ്റവും വലിയ ആനന്ദം. അയാളുടെ ലൈംഗികാവയവത്തെ കുറിച്ച് പോലും വർണ്ണിക്കാൻ അയാൾ സമയം കണ്ടെത്തും. എന്താടാ ഇത്, രാവിലെ ഒലിപ്പിച്ചു തുടങ്ങിയോ? അയാൾ ഏത് സ്ത്രീയെയും കാണുന്നത് അയാളുടെ ലൈംഗിക ത്വര ഇല്ലാതാക്കാനുള്ള വെറും നാലാം കിട വേശ്യകളായാണ്. ഇത് അയാളുടെ പ്രത്യേകതയാണ്. ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനൊരു വികാരജീവിയാണ്. വികാരജീവി. കഴിഞ്ഞ ദിവസം അയാൾ വീണ മുകുന്ദനോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നത് കൊണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇവരാരും പ്രതികരിക്കുന്നില്ല എന്നതാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? വാസ്തവത്തിൽ ഇത്തരം വൃത്തികേട് അവസാനിപ്പിക്കാനുള്ള ഏക വഴി കൃത്യമായ പ്രതികരണമാണ്. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, അടിച്ച് കരണ കുറിച്ച് പൊളിച്ചോളൂ. ഞാൻ ആ ഊച്ചാളിയാ, എനിക്ക് അങ്ങനെ മോഹമുണ്ട്, മനസ്സിലായോ? ഒരു സ്ത്രീ തന്റെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ തന്റെ അഭിമാനത്തിന് നേരെ ഒരുത്തൻ നാവ് ഉയർത്തിയാൽ അപ്പോൾ തന്നെ ആ നാവരിയാൻ രംഗത്തിറങ്ങിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ആരും ചെയ്യില്ല. കാരണം ഇയാളുടെ പച്ചപ്പണം കണ്ട് എല്ലാവരും അന്താളിച്ചു പോകുന്നു. പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. എന്നാൽ ഹണി റോസ് ഒരു മോശം സ്ത്രീയാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യാൻ കാരണം ഈ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ളവരുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും വൃത്തികെട്ട സമീപനവുമാണ്. ഇവനൊക്കെ എവിടുന്ന് വരുന്ന? ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ഹണി റോസിനെ തിരിച്ചു നിർത്തിയിട്ട് കുന്തി ദേവി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത് ഹിന്ദു വിശ്വാസത്തിനെതിരെയുള്ള വെല്ലുവിളിയായിരുന്നു. ഒപ്പം സ്ത്രീ എന്ന നിലയിൽ ഹണിക്കെതിരെയുള്ള വെല്ലുവിളിയായിരുന്നു. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇതാ ഇപ്പോൾ ഏറെ നാളുകൾക്ക് ശേഷം ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറയാതെ തന്റെ മാനസികമായ സ്വാസ്ഥ്യം, തന്റെ ബുദ്ധിമുട്ട് തുറന്നു പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുന്നു. അവസാനം നാട്ടുകാർ കയറി നിന്റെ മുഖത്ത് പഞ്ചവാദ്യം വായിക്കുമ്പോഴേ നീ വിവരം അറിയൂ. ബോബി ചെമ്മണ്ണൂർ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറയുന്നില്ല, പക്ഷെ നമുക്കറിയാം ബോബി ചെമ്മണ്ണൂരിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. പറഞ്ഞു കൊടുക്ക് സാറേ. ബോബി അത് ഏറ്റെടുത്തിട്ടുമുണ്ട്. ബോബി ചെമ്മണ്ണൂർ തന്റെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നു. താൻ അദ്ദേഹത്തിന്റെ ചടങ്ങുകളിൽ പങ്കെടുക്കാതായിരുന്നപ്പോൾ പക വീട്ടുന്നതിന് വേണ്ടി തന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് ഹണി രംഗത്ത് വന്നിരിക്കുന്നു. ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ തൃപ്തിയായില്ലടാ. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ കാട്ടുന്ന വൃത്തികേടുകൾ അവർ വാർത്തയാക്കുകയോ വിവാദമാക്കുകയോ ചെയ്യില്ല. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ, മനസ്സ് നിറയിപ്പോ സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ബോബിയുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുമായിരുന്നില്ല. കാരണം കേരളത്തിലെ മാധ്യമങ്ങൾക്കൊക്കെ ബോബി ചെമ്മണ്ണൂർ വലിയ നന്മമരമാണ്, ഇഷ്ടനായകനാണ്. കാതറെ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല. നിന്നൊരു പാഠം പഠിപ്പിക്കാതെ ഞാൻ വിടില്ല കാതറെ. അയാൾ കാട്ടുന്ന ക്രിമിനൽ പ്രവർത്തികൾ അവർ സഹിക്കും. ഒരുപക്ഷെ ബോബിയുടെ പേരില്ലാത്തത് കൊണ്ടായിരിക്കും ഇന്ന് മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയിരിക്കുന്നത്. എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു തരം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി. ഏറ്റവും ഒടുവിൽ ഹണി റോസിനെ കുറിച്ച് അയാളുടെ ഒരു പ്രസ്താവന കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ നടിയെന്നല്ലേ പറഞ്ഞത്, വെടിയെന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. എന്തോന്നടാ ഇതൊക്കെ? നാണക്കേട്.